മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, സർക്കാരിനോട് പറയാനുള്ളത്, ഈ മോട്ടിവേഷൻ പറഞ്ഞാല് ഇത് ഒരു അപകടം വരുത്തുന്ന സംഗതിയല്ല. ഒരു സ്റ്റീൽ വർക്ക് പറഞ്ഞാൽ അപകടമല്ല. ഈ സ്റ്റീലിന്റെ കമ്പിയൊക്കെ മുറിച്ച് ഒഴിവാക്കാൻ പറയും. എന്താവശ്യമാണ് സ്റ്റീലിന്റെ? ഇവിടെ ഉത്തരേന്ത്യയിൽ പോയാൽ ഇവിടെ മലപ്പുറം ജില്ല മാത്രമുള്ള ഈ ഇടങ്ങേറ്. ഇവിടെ തമിഴ്നാട്, കർണാടകയില്, കോഴിക്കോട് ജില്ലയിൽ വരെ നടക്കുന്നുണ്ട്. എന്താണ് മോട്ടിവേഷൻ കോഴിക്കോട് ജില്ലയിലുള്ള? അവിടെയുള്ള ആർടിമാർക്ക് ഇത് ബ്രേക്ക് കൊടുക്കണില്ലേ? എന്താ ഇവിടെ മാത്രം ബ്രേക്ക് കൊടുക്കാത്ത? ഈ ഓടിച്ച് ഓടി കഴിഞ്ഞാൽ ഒരു ഡ്രൈവർക്ക് കിട്ടുന്ന 500 റുപ്യ, ഒറ്റ പൈസ 500 റുപ്യ. രാവിലെ മുതൽ 8-9 മണി വരെ ഒരു 1000-1200 റുപ്യക്കാണ് ഒരു ഓടിച്ച് ഓടുന്നത്. അവർക്ക് കിട്ടുന്നത് ആ നക്കാപ്പിച്ച പൈസ കൊണ്ടാണ് ഓല് ശമ്പളമായി പറ്റുന്നത്. ഈ പോലീസുകാർ നക്കാപ്പിച്ച പോലീസുകാരാണ് ശമ്പളം മാറ്റുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാടിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത്. ഞങ്ങളുടെ നാട്ടില് ആളുകൾ, ഈ ടാക്സി തൊഴിലാളികൾ മുഴുവൻ ഇപ്പൊ വയലന്റാ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞാൽ നിൽക്കാത്തൊരവസ്ഥയിലെത്തി. കാരണം അവരിലുള്ള ഒരുത്തൻ ചെറിയൊരു തെറ്റിന്റെ പേരിൽ, തെറ്റുണ്ടെന്ന് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതിന്റെ പേരിൽ, അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറയുന്നതിന്റെ പേരിൽ അവന്റെ ജീവൻ പോയിരിക്കുക. അവരത് എഴുതി വെച്ചിട്ടാണ് മരിച്ചു പോയത്, ആത്മഹത്യ ചെയ്ത്. അത് എഴുതി വെച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ശരിക്കും കൊലക്കുറ്റത്തിനുള്ള ഒരു കാര്യമാണ്. പത്രങ്ങൾ എന്നെടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്കറിയാം, എന്നും കാണാം ആർടി ഓഫീസിൽ വിജിലൻസിന്റെ മറ്റുള്ളവരൊക്കെ റെയ്ഡ്. ഓരോരോ ആളുകൾ എന്നും ആളുകളെ ഇതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ച് എന്താന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടിയിട്ട് അവന്റെ കുടുംബത്തിന്റെ അന്നത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് അവൻ. ചെറുപ്പക്കാരനായ ഒരു പയ്യൻ. ആ പയ്യൻ 10 മാസമായിട്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജനാധിപത്യ കേരളത്തിന് അതൊരു അപമാനമാണ്. ജനാധിപത്യ കേരളത്തിനൊരു അപമാനം. എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളും നിഷ്കർഷിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് ഇതുപോലെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുത്തൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുത്തിട്ട് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് നാളെ മറ്റന്നാൾ വേറൊരു തൊഴിലാളിക്ക് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിലെ മറ്റൊരാൾക്കും ഇത് വന്നു പോയിക്കാൻ പാടില്ല. കാരണം ചെറിയൊരു കാര്യം തന്നെ എന്തുകൊണ്ടാന്നുള്ളത് അവർ വിശദീകരിച്ചു. അവർക്ക് ഏജന്റുമാരില്ലാത്തോണ്ടാണ് പറഞ്ഞത്. ഏജന്റുമാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല, ഓരോരോ ആർടി ഓഫീസിൽ പോയാൽ ഓരോരോ ഉദ്യോഗസ്ഥന്റെ മേശക്കകത്തുള്ള പൈസയുടെ കണക്ക് നിങ്ങൾക്കറിയാലോ.